എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതാ. ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്പിൻ മോപ്പിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഇതിൻ്റെ കൂടെ കുറേ സ്പെയർ, ഒരു 8 സ്പെയറോളം വരുന്നുണ്ട്. അപ്പോൾ സ്പെയർ നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 150 രൂപയാണ് അതിന് വില വരുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരുപാട് സ്പെയർ ഉണ്ടെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ബക്കറ്റാണുള്ളത്. ഇതാണ് ഇതിലൊരു രണ്ട് കൗണ്ടറായിട്ടുണ്ട്. അതിൽ ഒന്ന് നമുക്ക് ആ തുണി സ്പിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതിങ്ങനെ ഫുള്ള് റൗണ്ട് കറങ്ങും. ആ 360 ഡിഗ്രി റൊട്ടേറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റൗണ്ട് ഞാൻ ഊരി വെക്കുകയാണ് കേട്ടോ പതിവ്. അത് ഊരി ഇല്ലാത്തതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ അതിനൊരു ഹാൻഡിലുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാലും, നിറച്ചൊഴിക്കരുത്, വെള്ളം വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാനൊക്കെ പറ്റും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഹാൻഡിലാണ് കൂടെ ഉള്ളത്. അത് 2 പീസായിട്ടാണ് നമുക്കത് ജോയിൻ ചെയ്ത് വെക്കാൻ ഞാൻ കാണിക്കാം. ഇനി അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് 2 ഗ്ലൗസ് പോലത്തെയാണ്. നമുക്ക് പൊടി തുടയ്ക്കാനൊക്കെ ഈസി ആയിട്ടുള്ള, ഒരു സൈഡിൽ കുറച്ചിങ്ങനെ തൊങ്ങ് പോലെ നിൽക്കുന്നതും ഒരു സൈഡ് പ്ലെയിനായിട്ടുള്ള ഒരു ഗ്ലൗസാണ്. അപ്പോൾ നമുക്കത് ഇട്ടിട്ടും കൈ മടക്കാനും നിർത്താനൊക്കെ ഈസിയാണ്. പിന്നെ പൊടിയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് തുണിയാണത്. അപ്പോൾ അങ്ങനെ 2 ഇതിൻ്റെ കൂടെ ഒരുമിച്ച്, അത് ക്ലീനിങ് സെറ്റ് എന്നാണ് ഇതിന് ഒരു പേര്. 1200 രൂപയാണ് ഈ ക്ലീനിങ് സെറ്റിന് വില വരുന്നത്. ഈ ബക്കറ്റും മോപ്പും സ്പെയറും ഇതെല്ലാം കൂടി. ഇനി ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസിൽസാണ് കേട്ടോ ഈ ബ്രഷിന്. അപ്പോൾ നമുക്കിപ്പോൾ കട്ടിലിൻ്റെയൊക്കെ സൈഡിലൊക്കെ പൊടി തുടയ്ക്കാനും, പിന്നെ ജനലുകൾ, പിന്നെ എന്താ പറയുക ഗ്രില്ല്, അതിനൊക്കെ പൊടി തുടയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് അതിൻ്റെ ബ്രഷ്. എന്തായാലും നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് ക്ലീനിങ്ങിൻ്റെ കേസിൽ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡിൽ എങ്ങനെ പിടിപ്പിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഇതിൻ്റെ കൂടെ വരുന്ന അറ്റാച്ച് ചെയ്തിട്ടൊരു പ്ലാസ്റ്റിക് പോർഷൻ വരുന്നുണ്ടല്ലോ, അതിലാണ് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണ വേണ്ടത്. 3 പാർട്ടായിട്ടാണ് പാക്കിങ്ങിന് എളുപ്പത്തിന് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പിടിപ്പിക്കാം. ഇപ്പോൾ ഇവിടെയുള്ളത് നമുക്കതൊന്ന് തിരിച്ചതിന് ശേഷം, ഇതൊക്കെ കണ്ടില്ലേ, നടുവിലാണ് അതിൻ്റെ ബാക്കി വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നന്നായി തിരിയാനൊക്കെ നല്ല ഈസിയാണ്. ബാക്കി ഈ 2 പീസ് നമ്മൾ അതുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതുമ്മ ശരിക്കും ഒരു സ്ക്രൂവാണ്. ഇപ്പോൾ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കണ പോലെ നമ്മൾ ഈസി ആയിട്ട് തുറന്നെടുക്കുക. അതിന് ശേഷം നമ്മളത് തല തിരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതങ്ങനെ തല തിരിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ കുത്തി ഉറപ്പിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, അത് നമ്മൾ കുപ്പിയുടെ അടപ്പൊക്കെ അടയ്ക്കുന്ന പോലെ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് നല്ല ടൈറ്റാക്കി അടയ്ക്കുക. അപ്പോൾ അത് പിന്നെ എങ്ങോട്ടും പോവില്ല കേട്ടോ. ഇനി നമുക്ക് അതിന് ബാക്കിയുള്ളതും നമുക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ആ ബാക്കി ഭാഗം കൂടി അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. ജസ്റ്റ് അതിന് ഒരു പൊഴിയുണ്ട്, അതിലേക്ക് വീണൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. നല്ല നീളമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഒരു 5 അടിയൊക്കെ ഹൈറ്റുള്ള, അതിന് മുകളിൽ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വലിപ്പമാണ് അതിനുള്ളത്. ഇത് എൻ്റെ പഴയതുള്ളതാണ്. ഒരു 5 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർ ബിഗ് ബസാറിന്ന് വാങ്ങിച്ചതാട്ടോ. അന്ന് അത് ഓഫറിൽ ഞാൻ 900 രൂപയ്ക്കാണെന്ന് തോന്നുന്നു അത് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ ശരിക്കും മുതലായ പൈസ 5 കൊല്ലം ഞാനിത് ഉപയോഗിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ വലിയ അഴുക്കൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് അതിൻ്റെ കളർ മങ്ങിപ്പോയിട്ടോ, കുറച്ച് എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു പച്ചയായിരുന്നു. അതല്ലാതെ അതിന് വേറൊരു കേടും സംഭവിച്ചിട്ടില്ല. പിന്നെ കണ്ടോ, ഇതിൻ്റെ മോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. എങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കുറ്റിയാണ് അവിടെ അങ്ങനെ തിരിയണത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കഴുകിയെടുക്കാം. ഒരു പഴയ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടെങ്ങാനും നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ജസ്റ്റ് ഇത് അവിടെ വെച്ചിട്ട് ഒന്ന് താഴേക്ക് അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങണില്ലേന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് സ്ലോട്ടിലാണ് വീണയ്ക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തിരിയും. നമ്മൾ തുണി നനച്ചിട്ട്, അങ്ങനെ തുണി നനച്ച് ചെയ്യാത്തത് ഇപ്പോൾ ടേബിളായതുകൊണ്ടാണ് കേട്ടോ. അവിടെ വെള്ളം നിറച്ച് കുറച്ച് വെക്കുക. ഈ ബക്കറ്റിനെ ഈ വെള്ള സ്പിന്നിൻ്റെ താഴെ കണ്ട് നിൽക്കണം കേട്ടോ വെള്ളം. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ 2-3 ഫ്രണ്ട്സ് അവർക്ക് ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നു. ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു.
ഇപ്പം നമ്മൾക്ക് ഇതിന് സ്പെയർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ചെരിച്ച് ചവിട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് കട്ടിലിൻ്റെ താഴേക്ക് തുടയ്ക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് എൻ്റെ പഴയ മോപ്പായി വല്ലാതെ വൃത്തികേടായി. അപ്പോൾ ഞാനിത് കുറേ നാളായി ഉപയോഗിക്കണം. അപ്പോൾ ഞാനിതിനൊരു സ്പെയർ കിട്ടിയ സ്ഥിതിക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഈ സ്പെയർ വരണതിന് എല്ലാത്തിനും ഒരുവിധമൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വാങ്ങിച്ചതായാലും നമുക്ക് അതിനും കറക്റ്റ് അളവ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പുതിയ ഒരു മോപ്പ് എടുത്തിട്ട് അതിനിടാൻ പോവാണ്. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ആകുമ്പോൾ അത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പേടിക്കേണ്ട, അതിൻ്റെ അളവ് പാകമല്ലാണ്ടെന്നല്ല, അതൊന്ന് എന്താ പറയുക, അതിനൊന്നും മാച്ചാവാൻ ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ. അല്ലാതെ വട്ടത്തിനൊന്നും വ്യത്യാസമില്ല. നമുക്ക് വച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ആ സൈസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോ ഭാഗമായിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ച് പ്രസ് ചെയ്താൽ പിന്നെ ഈസിയാണ്. ഇതേ ഇപ്പോൾ ഇത് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ മറ്റേ മോപ്പിൽ നമ്മൾ മുന്നേ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മോപ്പും നമുക്ക് ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്പിന്നെ എങ്ങനെ ഊരിയെടുക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് താഴെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് ഉണ്ട്. അത് ആ സ്ലോട്ടിലേക്ക് അങ്ങോട്ട് കറക്റ്റാക്കി വെച്ചാൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴുകാനൊക്കെ ആണെങ്കിൽ ഇത് ഊരിയെടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്പിൻ ടാപ്പിൻ്റെ താഴെ വേണം ലെവല് വെള്ളത്തിന് നിൽക്കാൻ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ അത് വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. ഇതിന് താഴെയായിട്ട് ഒരു 316 എഴുതിയിട്ടുള്ള ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ഞാനത് ഊരി മാറ്റിയിട്ടുണ്ട്. അതെനിക്കൊരു കംഫർട്ടബിൾ അല്ലാന്ന് തോന്നി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇടുക്ക് പോലെ തോന്നിയിരുന്നുകൊണ്ട് ഞാനത് ഊരി വെച്ചു. ഇപ്പം നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് വെള്ളം നന്നായിട്ട് സ്പിൻ ചെയ്തിട്ടെടുക്കാം. നമുക്കിവിടെ തുടയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ എവിടെയെങ്കിലും പോണതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ജനലിൻ്റെ സില്ലുമായാലും അതുപോലെ ടൈലിൻ്റെ സ്കേർട്ടിങ്ങിലായാലും ഒക്കെ നമുക്ക് നന്നായിട്ട് അമർത്തി തുടച്ചു കൊടുക്കാം. നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.